ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ദർസിൻ്റെ വിഷയം അനിസ്ലാമിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മുസ്ലിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവുകളുടെ യാഥാർത്ഥ്യം. ചില മുസ്ലിങ്ങൾ ചില തെളിവുകൾ ഉദ്ധരിക്കാറുണ്ട്. എന്നിട്ട് ആ തെളിവുകൾ ഉദ്ധരിച്ചിട്ട് പറയും, ഇത് തെളിവാണ് അവർ അനിസ്ലാമിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാം എന്നതിന്, അത് അനുവദനീയമാണ് എന്നതിന്. അതിലെ ഒരു റിപ്പോർട്ടാണ് അവർ എടുക്കുന്ന തെളിവാണ്. മദീന മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്റാനി ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധനകൾ നിർവഹിക്കാൻ സൗകര്യപ്പെടുത്തി എന്ന് പറയുന്ന റിപ്പോർട്ട്. അപ്പോൾ ആ ക്രിസ്ത്യാനികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവരുടെ ആരാധനാ സമയമായപ്പോൾ മസ്ജിദുൻ നബവിയിൽ അവർക്ക് ആരാധന നടത്താൻ അനുവദിച്ചു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇത് പരമ്പര മുറിഞ്ഞ ദുർബലമായ റിപ്പോർട്ടാണ് എന്ന്. ബാറക്കല്ലാഹു ഫീക്കും ഹാദാ മുൻഖതിയുൻ ലഈഫുൻ. ഇത് അദ്ദേഹത്തിൻ്റെ ഫത്തുൽ ബാരിയിൽ കാണാം, 3-ാം വോളിയം 244-ാം പേജ്. മക്തബത്തുൽ ഖുർബായിൽ അസരിയ അവർ പബ്ലിഷ് ചെയ്തതാണ്. അതുകൊണ്ട് മദീന മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധനാ സമയമായപ്പോൾ ആരാധനാ കർമ്മം നിർവഹിക്കാൻ സൗകര്യപ്പെടുത്തിയ സംഭവം നടന്നിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. എങ്ങനെ നടക്കും? കാരണം തൗഹീദ് മാത്രം നിർവഹിക്കാൻ സ്ഥാപിച്ച മസ്ജിദിൽ ഷിർക്കിനെതിരെ പ്രബോധനം ചെയ്യാൻ വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ പ്രവാചകന്മാരും, അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. ഷിർക്കിനെതിരെയാണ് അവർ പ്രബോധനം ചെയ്തത്. ബാറക്കല്ലാഹു ഫീക്കും. ഷിർക്കിനെയാണ് അവർ ആദ്യമായി മുൻഗണന കൊടുത്ത് തടഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അനുവദിക്കുക? ഷിർക്ക് ഒരിക്കലും അനുവദിക്കുകയില്ല. തൗഹീദ് സ്ഥാപിച്ച മസ്ജിദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഏതൊരു മദ്രസ കുട്ടിക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് നമുക്ക് അനിസ്ലാമിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ തെളിവായി സ്വീകരിക്കാൻ പാടില്ല. ഇനി മറ്റൊരു റിപ്പോർട്ട്, ഉമർ റളിയല്ലാഹു അൻഹു ക്രിസ്ത്യൻ പള്ളിയിൽ നിസ്കരിക്കുമായിരുന്നു. മുസ്ലിങ്ങൾ അത് അവരുടെ മസ്ജിദാക്കി മാറ്റും എന്ന് ഭയപ്പെട്ടതുകൊണ്ട് നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. അപ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഈ റിപ്പോർട്ടും ചില മുസ്ലിങ്ങൾ തെളിവായി ഉദ്ധരിക്കാറുണ്ട്. ചില മുസ്ലിങ്ങൾ ഉദ്ധരിക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമാണ്. ഖുത്ബയിലും മസ്ജിദിലും പ്രഭാഷണങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇത് പറയാണ്. അങ്ങനെ വലിയൊരു സമൂഹത്തെ വഴിതെറ്റിപ്പിക്കുകയാണ്. എന്നാൽ ഇതും എന്താണ്? ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്ന പരമ്പരയില്ലാത്ത ദുർബലമായ റിപ്പോർട്ടാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഉമർ റളിയല്ലാഹുവിൽ നിന്ന് തന്നെ സഹീഹായ വന്ന റിപ്പോർട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ പള്ളികളിലെ ചിത്രങ്ങളുള്ള പ്രതിമകൾ കാരണം ഞങ്ങളവിടെ പ്രവേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ചിത്രങ്ങളുള്ള പ്രതിമകളുള്ള പള്ളികളിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രതിമകളൊന്നും ഇല്ലാത്ത പള്ളിയിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇത് ബുഖാരിയിൽ വന്ന റിപ്പോർട്ടാണ്. ഇമാം സഹീഹ് ബുഖാരിയിലെ ബാബു സലാത്ത് ഫിൽ ബിയത്തി, കിതാബു സലാത്ത് നോക്കുക. അപ്പോൾ എങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ക്രൈസ്തവ പള്ളികളിൽ അവിടെ ബിംബമുള്ളിടത്ത് പ്രവേശിച്ചു എന്ന് പറയാം? ബാറക്കല്ലാഹു ഫീക്കും. അവിടെ വ്യക്തമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് പ്രവേശിക്കൂല. എന്നാൽ പ്രതിമകളില്ലാത്തടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവേശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അറബി പദം നോക്കാം. ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പ്രവേശിക്കില്ല. അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായി? സഹാബികൾ റളിയല്ലാഹു അൻഹു മുഴുവനുമാണ്. ഒറ്റ സഹാബി റളിയല്ലാഹു അൻഹു ഇതിൽ നിന്നും ഒഴിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച വഹീന് സാക്ഷികളായ ഒരു സഹാബിയും
പ്രവേശിച്ചില്ല അവിടെ പ്രതിമകളുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇതിൽ സഹാബത്തിൻ്റെ ഇജ്മാ ഉണ്ട്, ഏകോപനമുണ്ട്. അവരെല്ലാം ഐക്യത്തോടെ പറഞ്ഞ നടപ്പിലാക്കിയ വിഷയമാണിത്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രതിമകളൊന്നും ഇല്ലാത്ത പള്ളിയിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ പരാമർശിച്ച അപ്പോൾ ഞാൻ ആദ്യം പരാമർശിച്ച ലൈഫായി എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ടല്ലോ, ചരിത്ര ഗ്രന്ഥങ്ങൾ കാണുന്നത് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു എന്ന് പറയുന്നത്, അവിടെയും എന്തേ സംഭവിച്ചിട്ടുണ്ടാവുകയുള്ളൂ. കാരണം നമ്മൾ സഹിഹ റിപ്പോർട്ടുമായിട്ട് നമ്മൾ ജമ്മ് ചെയ്യണമല്ലോ, വൈരുദ്ധ്യം വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ, ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതിമകളൊന്നും ഇല്ലാത്ത പള്ളിയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം അത് സഹിഹാണെങ്കിൽ അത് പ്രതിമകളൊന്നും ഇല്ലാത്ത പള്ളിയാണ്. പ്രതിമകളുള്ള പള്ളിയിൽ ഒരു സഹാബിയും പ്രവേശിക്കൂല എന്ന് സഹീഹായി വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുണ്ട്. അപ്പം ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഒരു മുസ്ലിം ഇസ്ലാം സ്വീകരിച്ചാലോ, അവരവരുടെ വീടുകളിലാണെങ്കിലോ മാതാപിതാക്കളുടെയോ കുടുംബത്തിൻ്റെയോ വീടുകളിലാണെങ്കിലോ അവിടെ പ്രതിമകളുള്ള മുറികളും ഉണ്ടാവും, പ്രതിമകളില്ലാത്ത മുറികളും ഉണ്ടാവും. അപ്പോൾ അവർക്ക് സമയമായി നിസ്കരിക്കണ്ടേ ഇസ്ലാം സ്വീകരിച്ചവർക്ക്? അപ്പോൾ അവരെവിടെ നിസ്കരിക്കും? അവർ പ്രതിമകളില്ലാത്ത മുറിയിൽ നിസ്കരിക്കും. പ്രതിമകളില്ലാത്ത മുറി സാധാരണ മുറി പോലെ തന്നെയാണ്. അവിടെ അവരുടെ ആരാധനാമൂർത്തികളോ ചിഹ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ നിസ്കരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ റിപ്പോർട്ടുകളൊന്നും എന്താണ്, നമുക്ക് അനിസ്ലാമിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ അവരുടെ ഭക്ഷണം സ്വീകരിക്കാനോ സമ്മാനങ്ങൾ സ്വീകരിക്കാനോ ഒന്നും തെളിവല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അഹ്ലുസുന്നയുടെ തഫ്സീറുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും എല്ലാ റിപ്പോർട്ടുകളും കൊടുക്കും. ബാറക്കല്ലാഹു ഫീക്കും. സ്ഥിരപ്പെട്ടതും ഉണ്ടാവും, ദുർബലമായ റിപ്പോർട്ടുകളും ഉണ്ടാവും. പക്ഷേ സനദും കൊടുക്കും. അപ്പോൾ ആ ചരിത്രം ഗ്രന്ഥം എഴുതിയ പണ്ഡിതൻ എല്ലാ റിപ്പോർട്ടും കൊടുക്കും, തഫ്സീറുകൾ എല്ലാ റിപ്പോർട്ടും കൊടുക്കും, പക്ഷേ സനദും കൊടുക്കും. കാരണം എന്താ, ആ ചരിത്ര ഗ്രന്ഥം എഴുതിയ പണ്ഡിതൻ്റെയോ തഫ്സീറിൻ്റെ പണ്ഡിതൻ്റെയോ ആ പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിൽ അവർക്ക് എല്ലാ ഹദീസും പരിശോധിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ അൽഹംദുലില്ലാ സനദ് കൊടുത്തു. എന്തുകൊണ്ട്? മറ്റു പണ്ഡിതന്മാർക്ക് അവസരം കിട്ടുന്ന പണ്ഡിതന്മാരുണ്ടാവും, വേറെയും പണ്ഡിതന്മാരുണ്ടാവും. ഇപ്പോൾ ഈ റിപ്പോർട്ട് തന്നെ ഇബ്നു ഹജർ അൽ ഹംബലി പറഞ്ഞു, എന്ത്, അത് ദുർബലമായ റിപ്പോർട്ടാണ്, സനദ് മുറിഞ്ഞ റിപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് അൽഹംദുലില്ലാ സത്യം മനസ്സിലായില്ലേ? അപ്പോൾ ആ ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാർ അത് ലൈഫ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സനദ് കൊടുത്തുകൊണ്ട് മറ്റു പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരും അത് സഹിയാണോ ലൈഫാണോ എന്ന്. അപ്പോൾ അങ്ങനെ പഠിക്കേണ്ടതുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. വേഗം ഒരു ചരിത്ര ഗ്രന്ഥമോ ഒരു തഫ്സീറിൻ്റെ ഗ്രന്ഥമോ എടുത്തിട്ട് ദുർബലമായ റിപ്പോർട്ടുകൾ അതിൽ കണ്ടിട്ട് ഇത് നമ്മുടെ ഗ്രന്ഥമാണ്, നമ്മുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥമാണ്, അതുകൊണ്ട് ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കരുത്. ബാറക്കല്ലാഹു ഫീക്കും. ഇതും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ പറഞ്ഞു. ആരാ? മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ. അദ്ദേഹം സഹീഹ് ബുഖാരിയുടെ ആധികാരിക വ്യാഖ്യാതാവാണ്, ഫത്തുൽ ബാരിയുടെ. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഹിജ്റ 200 ശേഷമുള്ള മിക്ക ഹദീസ് പണ്ഡിതന്മാരും ഹദീസുകൾ, അവർക്ക് ലഭിച്ച ഹദീസുകൾ സനദോടൊപ്പം നിവേദകരെ പരാമർശിച്ചാൽ അവർ ആ ഹദീസ് നിവേദനത്തിൻ്റെ ബാധ്യതകളിൽ നിന്ന് ഒഴിവായതായി കരുതിയിരുന്നു. അപ്പോൾ കിട്ടുന്ന എല്ലാ ഹദീസും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകും, സനദടക്കം. അങ്ങനെ അവരവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു. അപ്പോൾ റിപ്പോർട്ട് ലൈഫാണോ എന്ന് നമുക്ക് പണ്ഡിതന്മാർ, ആ ഗ്രന്ഥം എഴുതിയ പണ്ഡിതന്മാർ വ്യക്താക്കിയിട്ടില്ലെങ്കിലും മറ്റു പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമാക്കി തരും. ഇത് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ലിസാൻ അൽ മീസാൻ വോളിയം 3 പേജ് 35 പറഞ്ഞതാണ്. അതേപോലെ താരിഖ് തബരിയുടെ ആമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. തബരി അറിയപ്പെട്ട തഫ്സീർ ചരിത്ര ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാണ്, ഏറ്റവും പൂർവികനിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹം എന്താ പറഞ്ഞ ആമുഖത്തിൽ, താരിഖ് തബരിയുടെ ആമുഖത്തിൽ, ഞാൻ അധിക റിപ്പോർട്ടുകളും സൂക്ഷ്മമായി പരിശോധിക്കാതെ അതിൻ്റെ റിപ്പോർട്ടർമാരിലേക്ക് ചേർത്തി പറയുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വായനക്കാർക്ക് വെറുക്കുന്ന അസ്വീകാര്യമായവ, അതായത് ദുർബലമായവ, മനോവിഷമമുണ്ടാക്കുന്നവ ഇതിലുണ്ട്
ഈ ഗ്രന്ഥത്തിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അപ്പോൾ അറിയുക, ഇതിൽ വന്നതെല്ലാം എന്നിൽ നിന്നല്ല, റിപ്പോർട്ടർമാരിൽ നിന്നും എനിക്ക് ലഭിച്ചതുപോലെ ഞാൻ ഇതിൽ കൊടുത്തു. വളരെ വ്യക്തമായിട്ട് താരിഖ് തബരിയുടെ ആമുഖത്തിൽ പറയുന്നു. അതുകൊണ്ട് താരിഖ് തബരിയിലും കുറേ റിപ്പോർട്ടുണ്ടാവും, മനോവിഷമം ഉണ്ടാക്കുന്നത് വരെയുണ്ട് അല്ലേ. ചിലർ ഈ ഗ്രന്ഥത്തിലൊക്കെ ഉള്ള മുആവിയ റളിയല്ലാഹു അൻഹു അടക്കം ഉള്ള അവരുടെ കഥകളൊക്കെ പറയാൻ, മുസ്ലിങ്ങളെ പ്രചരിപ്പിച്ച് തെറ്റായ കഥകളൊക്കെ പറയാൻ ഈ ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മളെ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറയും, ഈ പണ്ഡിതന് തെറ്റ് പറ്റിയോ? തെറ്റ് പറ്റിയിട്ടില്ല. അദ്ദേഹം സനത് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള പണ്ഡിതന്മാർക്ക് പഠിക്കാൻ, അത് ദുർബലമാണോ സഹിയാണോ എന്ന് പഠിക്കാൻ. അങ്ങനെ ആ പണ്ഡിതന്മാർ അത് വ്യക്തമാക്കി തന്നുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ അമുസ്ലിങ്ങളുടെ ആഘോഷ ദിവസങ്ങൾക്ക് പുറത്ത് അവരൊരു സമ്മാനം തന്നാൽ നമ്മളത് സ്വീകരിക്കും. ഭക്ഷണം തന്നാൽ നമ്മളത് കഴിക്കും, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷെ ആഘോഷ ദിവസങ്ങളിൽ പറ്റുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അത് എന്താണ്? അത് നമ്മളെ വിശ്വാസത്തിനെതിരാണ്. ബാറക്കല്ലാഹു ഫീക്കും. അത് ഖുർആനിലും ഹദീസിലും പ്രമാണങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ എൻ്റെ വെബ്സൈറ്റിൽ പോയാൽ അനിസ്ലാമിക ആഘോഷങ്ങൾ എന്ന ലിങ്കുണ്ട്. നിലവിലെ വിഷയത്തിൽ പോയാൽ അനിസ്ലാമിക ആഘോഷങ്ങൾ എന്ന ലിങ്ക് ഭാഗം കാണാം. അതെടുത്താൽ പ്രമാണങ്ങളുടെ വ്യക്തമായ തെളിവ് എന്തുകൊണ്ട് അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റൂല, ആശംസ നേരാൻ പറ്റുകയില്ല എന്ന പ്രമാണങ്ങളുടെ തെളിവ് അതിൽ ആ ലേഖനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അമുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അവരോട് മോശമായി പെരുമാറുകയാണോ? അല്ല. ആഘോഷത്തിന് പുറത്തുള്ള ഭക്ഷണം നമ്മൾ കഴിക്കും, സമ്മാനം നമ്മൾ തന്നാൽ കഴിക്കും. പക്ഷേ അവരോട് മോശമായി പെരുമാറും പാടില്ല, ദുഷിച്ചതായ പെരുമാറ്റം പാടില്ല. അവരോട് കരുണ കാണിക്കണം, അവരോട് നല്ല നിലയിൽ വർത്തിക്കണം, ഇടപാടുകൾ ചെയ്യാം, അവരെ സഹായിക്കാം, രോഗം വന്നാൽ സന്ദർശിക്കാം, രോഗം വന്നാൽ സഹായിക്കാം, ഒക്കെ ചെയ്യാം, കരുണ കാണിക്കാം, ദയ കാണിക്കാം. ഇതിനൊന്നും ഇസ്ലാം എതിരല്ല, ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അതിൽ ബഹുദൈവാരാധനയുടെ വിഷയങ്ങളുണ്ട്. അത് തൗഹീദുള്ള അവർക്ക് പറ്റുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതൊക്കെ പ്രമാണങ്ങളിൽ തെളിവുണ്ട്, ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട്. അവരോട് ദയ കാണിക്കണം, അവരോട് കരുണ കാണിക്കണം, കച്ചവട ഇടപാടുകൾ അവരോട് നടത്താം എന്നൊക്കെ തെളിവുകളുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കറിയാം, ഇന്ത്യയിൽ ഏതൊരു മതം ആചരിക്കാനും പ്രബോധനം ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവരുടെ ആഘോഷ ദിവസങ്ങൾ മാത്രമേ നമ്മൾ അവരോട് സഹകരിക്കാതിരിക്കുകയുള്ളൂ. ഇത് നമ്മുടെ വിശ്വാസമാണ്, ഇത് ഇസ്ലാമിക നിയമമാണ് എന്ന് പറയുന്നത് ഒരിക്കലും വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ സമാധാനപരമായ സഹവർത്തത്തിന് എതിരാവുകയില്ല, മതസ്പർദ്ധക്കെതിരാവുകയില്ല, തീവ്രവാദവുമല്ല. കാരണം അവരവരുടെ മതം ആചരിക്കാം, പ്രബോധനം ചെയ്യാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ മതം അത് ശരിയല്ല, എന്തുകൊണ്ട് ശരിയല്ല എന്ന് വ്യക്തമാക്കാം. അതിനോട് സ്വാതന്ത്ര്യമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. നമ്മുടെ സത്യങ്ങൾ നമുക്ക് പറയാൻ, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, അത് പ്രബോധനം ചെയ്യാനൊക്കെ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.